നിങ്ങൾക്കിപ്പോൾ എന്നോട് സംസാരിക്കാം. നിങ്ങൾക്ക് എന്തിനാ എവിടെ വന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നേ? നിങ്ങളിത് എന്തിനാ ഇവിടെ ഇപ്പം ചെയ്യുന്നേ? ഓ മൈ ഗോഡ്. എന്റെ ദൈവമേ, എന്തോ കേൾക്കുന്നേ? എക്സ്ട്രീം. ഓ, എന്നോട് നിങ്ങൾക്ക് സംസാരിക്കാം. ഇതുവഴി എക്സ്ട്രീം സൗണ്ട്. അവിടെ നിന്ന് സംസാരിക്കുന്ന സൗണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്, എൻ്റെ ദൈവം തമ്പുരാനെ. എക്സ്ട്രീം ക്യാപ്ചർ. ഇത്രയും നേരം നിനക്ക് സൗണ്ട് ഇല്ലായിരുന്നല്ലോ ഇവിടെ. ഇതെൻ്റെ കയ്യിൽ എടുത്തപ്പോൾ നിനക്ക് ഇത്ര സൗണ്ട് കൂടിയല്ലോ ഇപ്പോൾ. കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ പറയാം. അയ്യോ, ഒരെണ്ണം പൊട്ടിപ്പോയി. അയ്യോ, ഒരു മോഴോട്ട് പൊട്ടിപ്പോയി. ഓ എന്തോ. അകത്തോട്ട് വരാണ്ട് പോയി. എൻ്റെ അടുത്ത് നിന്നെ സംസാരിക്കാൻ പറ്റും? എൻ്റെ അടുത്ത് നിന്നെ സംസാരിക്കാൻ പറ്റും? ഗൈസ് വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ ഇത്രയും കണ്ടു കാണും. സോ ഇത് വന്നിട്ട് ഫൈനൽ പാർട്ടാണ്. സോ ഇതിൽ വന്നിട്ട് നമ്മൾ കുറച്ച് റിച്വൽ ചെയ്യുന്നില്ല, കാരണം അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെ കാണിച്ച് കൂട്ടിയിട്ടുണ്ട് അകത്ത്. സോ ഞാൻ ചെയ്യാൻ പോകുന്നത് നിക്കർഫോണിക് ആപ്പ് ട്രൈ ചെയ്യാൻ പോവാണ്. പുറത്തിപ്പോൾ എന്ത് സൗണ്ട് കേട്ടില്ലേ? പക്ഷേ കാട്ട് വന്നതിൻ്റെ ശല്യമാണ്. ഇപ്പോഴും മഴ നല്ല ഹെവി ആയിട്ട് പെയ്യുന്നുണ്ട്. ഈ സ്ഥലം വന്നിട്ട് കോഴിക്കോടാണ്. സോ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഹെവി റെയിനാണ് ഈ സമയത്ത് ഇവിടെ. അതുമല്ല ഇവിടെ ഉരുൾപൊട്ടലൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. എനിക്കറിയില്ല അത് എന്ത് സംഭവിക്കുന്നുള്ളൂ. ഓക്കെ, ബാക്ക് ടു കണ്ടൻറ്റ്. നിക്കർഫോണിക് ആപ്പ് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഈ കാട്ടുപന്നിയുടെ ശല്യം കൂടുതലാണ്. ഓക്കെ ഗൈസ്, സോ ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന സംഭവം. ഇപ്പോൾ ഈ പാട്ടിൽ വന്നിട്ട് നിക്കർഫോണിക് ആപ്പ് ട്രൈ ചെയ്യുന്നുണ്ട്, ആ റിച്വൽ ചെയ്ത ഭാഗത്ത് വെച്ച് തന്നെ. അതേപോലെ തന്നെ മെഴുത് കത്തിച്ചിട്ട് ഫുൾ ബ്ലാക്കിൽ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. സോ രണ്ടാമത് വന്നിട്ട് നൈറ്റ് വിഷൻ ക്യാമറ മാത്രം വെച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഈ മഴ പുറത്ത് ഹെവി ആയിട്ട് പെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ നിങ്ങൾ അത് പറയണം. ഓക്കെ, സോ ഇങ്ങനത്തെ കുറച്ച് സംഭവം ചെയ്യാൻ പോവാണ്. എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നൈറ്റ് വിഷൻ ക്യാമറ ബ്ലിങ്ക് വന്നു അവിടെ വെച്ചിട്ടുണ്ട് ഇപ്പം. സോ ബായിലിരിക്കുവാണ്. ബായിലെ മെഴുകിലെടുത്ത് ഫസ്റ്റ് കത്തിക്കാം. കസാറിലിപ്പോൾ ഇരുന്ന പോലെ ഗൈസ്, കസാറിലിപ്പോൾ ഇരിക്കുന്ന സൗണ്ട് ശ്രദ്ധിച്ചു കേട്ടെ. ഓ മൈ ഗോഡ്, കസാറിലാരും ഇരുന്ന് സൗണ്ട് കേട്ടിപ്പോൾ എനിക്ക്. ഗൈസ്, എക്സ്ട്രീമായിട്ട് സൗണ്ട് കേട്ടോ എനിക്ക്. എക്സ്ട്രീമി ഞാൻ ബാഗ് എടുത്ത് മാറ്റിയപ്പോൾ തന്നെ കസാറിലോട്ട് ആരും ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സൗണ്ട് കേൾക്കത്തില്ലേ, അമുങ്ങുന്ന പോലെ. അതുപോലെ കേട്ട് ഈ കസാറിൽ ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഈ സൗണ്ട് കേൾക്കുന്നു, ഹമ്മിങ് സൗണ്ട് കേൾക്കുന്നു. ഓ മൈ ഗാഡ്, എക്സ്ട്രീം.
എൻ്റെ ബാഗ് എത്ര നേരം അതിലായിരുന്നു. എക്സ്ട്രീം സൗണ്ട് കേൾക്കുന്നു. ഈ കസാറിൽ ഇപ്പം നിങ്ങളാണോ ഇരുന്നേ? ജെയിംസ് എന്ന് പറഞ്ഞ ആളാണോ ഈ കസാറിൽ ഇപ്പം ഇരുന്നത്? സൗണ്ട് കേൾക്കുന്നു. എക്സ്ട്രീം. ഇപ്പം എന്താ ചെയ്യുക? കാണാൻ പറ്റുന്നില്ല ആളെ. സൗണ്ട് മാത്രം ക്ലിയർ ആയിട്ട് കേൾക്കുന്നു. മൈക്രോ ഫോണിൽ ക്യാപ്പ് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഒരു സെക്കൻഡ്. സോ ഗൈസ് വന്നിട്ട് മൈക്രോ ഫോണിൽ ക്യാപ്പ് സെറ്റാക്കിയിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. പക്ഷേ സ്റ്റാർട്ടൊന്നും കുടിച്ചിട്ടില്ല. പക്ഷേ സൗണ്ട് കേൾക്കുന്നുണ്ട് തോന്നുന്നു. ഓക്കെ, ഞാനത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ആ കസാറിലാണ് ഈ മൈക്രോ ഫോണിൽ ക്യാപ്പ് വെച്ചേക്കുന്നത്. കസാറിൽ തന്നെയാണ്, ആ സൗണ്ട് കേട്ട കസാറിൽ തന്നെയാണ് ആ മൈക്രോ ഫോണിൽ ക്യാപ്പ് വെച്ചേക്കുന്നത്. അതുകൊണ്ടോ ഞാൻ സ്റ്റാർട്ട് കൊടുത്തിട്ടില്ല, പക്ഷെ സൗണ്ട് കേൾക്കുന്നത് എനിക്ക് എന്തോ എന്നോട് സംസാരിക്കാൻ വരുന്ന പോലെ. ഞാൻ ബ്രൈൻസ് കുറച്ച് വയ്ക്കാം. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? യെസ് എന്നല്ലേ കേട്ടെ? ഓ മൈ ഗോഡ് ഗൈസ്, ഇപ്പം എസ് എന്നല്ലേ കേട്ടത്? ഓ, ഈ കസാരയിൽ ഇപ്പം ഇരുന്നത് നിങ്ങളാണോ? ഈ കസാരയിൽ ഇപ്പം ഇരുന്ന് നിങ്ങളാണോ? യപ്പ്. YUP എന്നല്ലേ ഇപ്പം സൗണ്ട് കേട്ടെ? ഗൈസ് ഇപ്പം കേട്ടത് എപ്പം എന്നല്ല ഇപ്പം കേട്ടത്? ഒന്നുകൂടെ ചോദിക്കാം. ഈ കസാരയിൽ ഇരുന്നത് നിങ്ങളാണോ? ഒമ്പോ ഗൈസ്, എന്നിട്ട് അത് യെസ് എന്നാണ് പറയുന്നത്. സോ ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടാണ് ഇപ്പോൾ കോൺടാക്ട് ചെയ്യുന്നത്. നിങ്ങളുമായിട്ടാണ് ഇപ്പോൾ സംസാരിച്ച് ഞാനിപ്പോൾ. ഗൈസ്, അയ്യോ എക്സ്ട്രീം. നമുക്ക് ഈ സാധനം വന്നിട്ട് ആ റിച്വൽ ചെയ്ത സ്ഥലത്ത് പോയിട്ട് വെച്ചിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമുക്ക് വന്നിട്ട് ആ റിച്വൽ, ആ ഇല്ലുമിനാറ്റിയുടെ സിമ്പിളുള്ള ആ സ്ഥലം ഉണ്ടല്ലോ, അവിടെ പോയിട്ട് നമുക്ക് മൈക്രോ ഫോണിൽ ക്യാപ്പ് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം. അത് ജെയിംസ് ആണേലും ഇവിടെ ആ ഇല്ലുമിനാറ്റിയുടെ സിമ്പിളൊക്കെ വരച്ച് വെച്ച് സാത്താൻ സേവ കൂട്ട് എന്തൊക്കെ ചെയ്ത ആരായാലും നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം. ഞാൻ അതിനാണ് ഇപ്പം ഇങ്ങോട്ട് വരുന്നത്. ഓ മൈ ഗോഡ്, എന്ത് ഇത്? നിങ്ങൾക്കിപ്പോൾ എന്നോട് സംസാരിക്കാം. നിങ്ങൾക്കിപ്പോൾ എന്നോട് സംസാരിക്കാം. ഇതിവിടെ ചെയ്തു വച്ചേക്കുന്നത് എന്തിനാ? എന്തോ കേട്ടിപ്പോ ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയണം കേട്ടോ. എനിക്ക് ചെറിയ ക്ലിയർ ആകത്തില്ല. ഇവിടെ ഈ സംഭവങ്ങൾ ചെയ്തു വച്ചത് എന്തിനാണ്? എന്തോ പറയുന്നുണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളിത് എന്തിനാണ് ഇവിടെ ചെയ്തു വെച്ചത്? ഇത് സാത്താൻ സേവ എന്തെങ്കിലും ആണോ?
ഇത് സാത്താൻ സേവയുടെ എന്തെങ്കിലും സംഭവമാണോ? നിങ്ങൾ ഇതിവിടെ എന്തിനാണ് ചെയ്തു വെച്ചേക്കുന്നത്? എപ്പം തന്നെ കേട്ടെ? യെസ് എന്നല്ലേ കേട്ടെ? യെസ് എന്നല്ലേ കേട്ടെ? ഓ മൈ ഗോഡ്, യെസ് എന്ന് കേട്ടെ ഇപ്പോ. എൻ്റെ ദൈവം, യെസ് എന്ന് കേട്ടെ. നിങ്ങൾക്കിത് എന്തിന്റെ കടപ്പാ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഓരോന്ന് കാണിക്കുന്നത്? നിങ്ങൾക്കിത് നിങ്ങളെന്തിനാ ഇവിടെ? നിങ്ങളിതെന്തിനാ ഇവിടെ? ഓ ഷിറ്റ്, ചോദിക്കുമ്പോൾ സംസാരിക്കുന്നില്ല. നിങ്ങളിത് എന്തിനാ എവിടെ വന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നേ? നിങ്ങളിത് എന്തിനാ എവിടെ ഇപ്പം ചെയ്യുന്നേ? ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, എൻ്റെ ദൈവമേ, എന്തോ കേൾക്കുന്നേ? എക്സ്ട്രീം. ഓ നിങ്ങൾ എന്തിനാ തള്ള ഇതൊക്കെ ഇവിടെ കൊണ്ട് ചെയ്യുന്നേ? ഓ മൈ ഗോഡ്, ഓ ഷിറ്റ്, ഓ എൻ്റെ ദൈവമേ. ഓ നിങ്ങൾക്കും ഈ വീടുമായിട്ട് എന്താ ബന്ധമുള്ളേ? ഇത് ചെയ്ത ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് എന്ത് ബന്ധമുള്ളേ? ഈ 3 മുട്ട എന്തിനാ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നേ? എൻ്റെ ദൈവം തമ്പുരാനെ. നടന്നുകൊണ്ട് ചോദിക്കാം, നിങ്ങൾക്കും ഈ വീടുമായിട്ട് എന്ത് ബന്ധമുള്ളേ? ഫക്കെന്നോ? നിങ്ങൾക്കും ഈ വീടുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? എൻ്റെ പൊന്നു, എന്തോ ഇത്? നിങ്ങൾക്കും ഈ വീടുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഹലോ, എവിടെങ്കിലും ഇത് കിട്ടിയിട്ട് കമ്മ്യൂണിറ്റി നിങ്ങൾ ഇവിടെ എന്തിനാണ് ചെയ്തു വെച്ചേക്കുന്നത് ഇത്രയും സാധനങ്ങൾ? നിങ്ങൾക്കും ഈ ചെയ്ത സാധനങ്ങൾ തെറ്റുന്ന എനിക്ക് തന്നെ. ഈ ജെയിംസ് എന്ന് പറയുന്ന ആൾക്കും നിങ്ങൾക്കും ഈ ചെയ്ത ആളുമായിട്ട് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്നോട് നിങ്ങൾക്ക് സംസാരിക്കാം. ഇതുവഴി എക്സ്ട്രീം സൗണ്ട് അവിടെ നിന്ന് ഇപ്പോൾ സംസാരിക്കുന്ന സൗണ്ട് കേട്ടോ. നിങ്ങൾക്കും ഇജോട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? നിങ്ങളുടെ പേരൊന്ന് പറയാമോ?
നമുക്ക് സംസാരിക്കാം. ഞാൻ റെഡിയാണ്. നീ റെഡിയാണോ? നീ റെഡിയാണോ സംസാരിക്കാനായിട്ട്? നീ സംസാരിക്കാൻ റെഡിയാണോ? നീ എന്നോട് സംസാരിക്കാൻ റെഡിയാണോ? ഓക്കെ ആണോ നിനക്ക്? ഞാൻ ലൈറ്റ് മൊത്തം ഓഫ് ആക്കി ഇവിടെ നിൽക്കാം. ഓ മൈ ഗോഡ്, എൻ്റെ ദൈവം തമ്പുരാനെ, എക്സ്ട്രീം ക്യാപ്ചർ. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, എക്സ്ട്രീം ക്യാപ്ചർ. എൻ്റെ ദൈവം തമ്പുരാനെ. ഓ, ഇത് മൊത്തം ആരും നശിപ്പിച്ചത്? ഇത് ഫുള്ള് അലമ്പാക്കിയിട്ടേക്കുന്നത്. തൊണ്ടർണ്ണം കണ്ടി ഓഫ് ചെയ്തിട്ട് ഫസ്റ്റ്. ഇത് ഫുള്ളായിട്ട് നശിപ്പിച്ചത് ഇങ്ങനെ. ഇവിടെ എക്സ്ട്രീം കറുപ്പ് കളറുന്ന സാധനം കണ്ടിപ്പോൾ ഞാൻ ഒരു രൂപത്തെ. ഇത് ഫുള്ള് ഇവിടെ മൊട്ട മാത്രം പൊട്ടിച്ചിട്ടില്ല, ബാക്കി ഫുള്ള് കുളമാക്കിയിട്ടേക്കും ഇവിടെ. ഗൈസ്, എക്സ്ട്രീം. സോ നമ്മൾ തമിഴ്നാട്ടിലും അവിടെയും ഇവിടെയൊക്കെ നമ്മൾ ഏകപ്പെട്ട സ്ഥലത്ത് ഷൂട്ടിന് പോയിട്ടുണ്ട്. ഇത് വേറെ റേഞ്ചാണ്. ഈ അറ്റ്മോസ്ഫിയറും വേറെ ലെവലാണ്, ഈ സ്ഥലവും വേറെ ലെവലാണ്. അപ്പഘട്ടം എന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ 99% ജീവിക്കാൻ ചാൻസ് തിരിച്ചു പോകാനായിട്ട്. എനിക്കുണ്ടോ ഇല്ലെന്നുള്ളത് ഈ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ്ട്രീം ക്യാപ്ചർ, എക്സ്ട്രീം ക്യാപ്ചർ. എന്തായാലേ ഈ മുട്ട വെച്ചല്ലേ നിങ്ങൾ അതൊക്കെ ചെയ്ത് ഇവിടെ വെച്ചിട്ട്? ഈ കോഴി മുട്ട വെച്ചിട്ടല്ലേ നിങ്ങൾ ഇവിടെ വെച്ച് എന്താ ചെയ്തേ? ഇതെടുത്തപ്പോ നിനക്ക് വീണ്ടും ഇളക്കം കൂടിയല്ലോ. ഇത്രയും നേരം നിനക്ക് സൗണ്ട് ഇല്ലായിരുന്നല്ലോ ഇവിടെ. ഇതെൻ്റെ കയ്യിലെടുത്തപ്പോൾ നിനക്ക് ഇത്ര സൗണ്ട് കൂടിയല്ലോ ഇപ്പോൾ. നീ എന്നെ എന്തെങ്കിലും ചെയ്യുമോ ഇതെടുത്തോണ്ട്? നീ എന്നെ കൊല്ലുവോ? നിനക്കെന്നെ കൊല്ലാൻ പറ്റുമോ? നീ എന്നെ കൊല്ലുവോ ഈ സാധനം കയ്യിലെടുത്തോണ്ട്? യെസ് ഓർ നോ? യെസ് എന്നല്ലേ ഇപ്പോൾ പറഞ്ഞു. നീ നിനക്കെന്നെ കൊല്ലാൻ പറ്റുന്നോ നീ പറയുന്നേ? നിന്നെ കൊണ്ട് പറ്റത്തില്ല, ഒരു ചുക്ക് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. നിന്നെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഇപ്പം പറയാം. അയ്യോ, ഒരെണ്ണം പൊട്ടിപ്പോയി. അയ്യോ, ഒരു കോഴിമുട്ട പൊട്ടിപ്പോയി. എൻ്റെ ദൈവമേ, ഒരു കോഴിമുട്ട പൊട്ടി. ഓ, എക്സ്ട്രീം. എൻ്റെ ദൈവമേ. ഓ, എൻ്റെ എന്നെ കയ്യിൽ നിന്ന് അറിയാൻ വീണ് പൊട്ടിപ്പോയതാ. ഞാനായിട്ട് പൊട്ടിച്ചല്ല, എൻ്റെ കയ്യിൽ നിന്ന് അറിയാൻ വീണ് പൊട്ടിപ്പോയതാ. എൻ്റെ കയ്യിൽ നിന്ന് അറിയാൻ വീണ് പൊട്ടിപ്പോയതാ. സോറി. എൻ്റെ ദൈവമേ. സത്യമായിട്ട് അതിൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ പൊട്ടിപ്പോയത്. ഞാൻ അത് പൊട്ടിക്കണം മനസ്സിൽ കൊണ്ട് വിചാരിച്ചിട്ട് പോലില്ല സാധനം. ഇനി എനിക്കത് എന്ത് സംഭവിക്കും? എനിക്ക് പൈസ കാര്യം ചെയ്യാം.
മുട്ട ഇവിടെ വെച്ചിട്ട് നമുക്ക് അവസാനം കൂടി ആ മെഴുക് മാത്രം കത്തിച്ചിട്ട് മെഴുകുതിരിയുടെ വെളിച്ചത്ത് മാത്രം നമുക്ക് വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. എന്നിട്ടൊക്കെ സ്ഥലം വിട്ടിട്ടൊന്ന് പോവാം. ഓക്കെ, എക്സ്ട്രീം നടക്കുന്നത്. സോ ഇതായിരിക്കും ബെസ്റ്റ് മൊമെൻറ്റ്, ലൈറ്റ് ഓഫ് ആക്കിയിട്ട് മെഴുക് വെളിച്ചത്ത് മാത്രമായിട്ട്. ഗൈസ് ഇപ്പം നൈറ്റ് വിഷൻ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. കാരണം മെഴുകുതിരി വന്നിട്ട് മെഴുകുതിരി വന്നിട്ടാണെങ്കിൽ അതിൻ്റെ തീപ്പെട്ടി വന്നിട്ട് അതിൻ്റെ പൊള്ളി പോയി മഴയിൽ നനഞ്ഞിട്ട് അതിന് കത്തുന്നില്ല. സോ മെഴുകുതിരി ഉണ്ട്, തീപ്പെട്ടി ഇല്ലാത്തതുകൊണ്ട് മെഴുകുതിരി കത്തിക്കാൻ പറ്റുന്നില്ല. സോ ഇപ്പം നൈറ്റ് വിഷൻ ക്യാമറ വെച്ചിട്ടാണ് ഇപ്പോൾ ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഫുൾ ഇരുട്ടിൽ അവിടെ മാത്രം ലൈറ്റ് വെച്ചിട്ട് ട്രൈപോഡിൻ്റെ ക്യാമറ വെച്ച് ഓണാക്കിയിട്ടുണ്ട്. എക്സ്ട്രീം സൗണ്ട് കേൾക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? എക്സ്ട്രീം സൗണ്ട്. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, എൻ്റെ ദൈവമേ, ഓ മൈ ഗോഡ്, എക്സ്ട്രീം സൗണ്ട്. ഓ മൈ ഗോഡ്, നിങ്ങൾക്ക് എന്താ വേണ്ട? ഇതിൽ LED ലൈറ്റ് ഉണ്ട്, ചെറിയ പ്രകാശമുണ്ട്, അത് വെച്ചിട്ടാണ് പോകുന്നത്. എക്സ്ട്രീം 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 എക്സ്ട്രീം. വോയിസ് വന്നിട്ട് എക്സ്ട്രീം ആയിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്, ഹെവി ആയിട്ട്. ഞാൻ ലൈറ്റ് ഫുള്ള് ഓഫ് ആക്കി വെച്ചിരിക്കുക. നിങ്ങൾക്ക് ഇപ്പൊ എന്റെ അടുത്ത് വരാൻ പറ്റുമോ? ഇതിൽ കൂടുതൽ ഒരാൾക്ക് ഇനി ചെയ്യാൻ പറ്റത്തില്ല. വാ വാ, എന്റെ അടുത്തോട്ട് വാ, എന്റെ അടുത്തോട്ട് വാ. ഞാൻ അകത്തോട്ട് വരാം, എന്റെ അടുത്തോട്ട് വാ, എന്റെ അടുത്തോട്ട് വാ. ഞാൻ അകത്തോട്ട് വരാൻ അകത്തോട്ട് അകത്തോട്ട് വരാൻ പോവാണ്. എന്റെ അടുത്ത് നിനക്ക് സംസാരിക്കാൻ പറ്റുമോ? എന്റെ അടുത്ത് നിനക്ക് സംസാരിക്കാൻ പറ്റുമോ? ഹലോ. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. എന്റെ ദൈവമേ, ഇരുട്ടത്ത്. ഞാൻ നിങ്ങളുടെ വീടിന്റെ അകത്താണ് ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങൾക്കിപ്പോ എന്നോട് സംസാരിക്കാൻ പറ്റുമോ? നിങ്ങൾക്കിപ്പോ എന്നോട് സംസാരിക്കാൻ പറ്റുമോ? ഇതിൽ കൂടുതൽ ഇനി ഒരുത്തനും വരാൻ പോകുന്നില്ല. എന്നോട് സംസാരിക്കാൻ പറ്റുമോ? പ്ലീസ് പ്ലീസ്. എനിക്ക് എന്റെ ദൈവമേ, ഗൈസ് ഞാൻ തന്നെ. ഓ മൈ ഗോഡ്, എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തപ്പോൾ എനിക്ക് അറിയത്തില്ല. എന്നാലും പറയുവാണ്, ഞാൻ വന്നിട്ട് വീഡിയോ ഇവിടെ നിർത്താൻ പോകണം. എന്നെ കൊണ്ട് പറ്റുന്നില്ല മീൻ വന്നിട്ട് കുറേ മണിക്കൂറായി. സോ എനർജി ഫുൾ ഡ്രെയിൻ ഔട്ട് ആയിട്ട് തന്നെ ഓൾമോസ്റ്റ് 1 hour ഇപ്പൊ തന്നെ. എന്നിട്ട് ഞാൻ അത്ര 1 മണിക്കൂർ ഷൂട്ട് ചെയ്തു. Oh my god, extreme ഉണ്ട്. Oh my god, oh my god, oh my god. ഞാൻ മുട്ട എടുത്തിട്ടുണ്ട്. ഗൈസ് ഇവിടെ നമുക്ക് പോവാം.
പുറത്തോട്ട് പോവാം. കൈ മുട്ട എടുത്തിട്ടുണ്ട്. ഇപ്പം കാണിച്ചത് എന്താ ചെയ്യാൻ പോകുന്നത്. നീ അവിടെ നിന്ന് വേണം വെക്കി. ഇപ്പം കാണിച്ചത് നിനക്ക് ഓ മൈ ഗോഡ്, എക്സ്ട്രീം സൗണ്ട്. എൻ്റെ ദൈവമേ, ഓ ഓ മൈ ഗോഡ്, ഇവിടെ ഇപ്പോൾ കയറി പോകണം കാട്ടിനകത്തൂടെ. എക്സ്ട്രീം സൗണ്ട്. നിനക്കിതല്ല വേണ്ടേ? എന്നാ പോയി തിന്ന, എന്നാ പോയി തീക്കട. ഫുള്ള് കാടാണ്. ഇതുകൊണ്ട് അപ്പുറത്ത് വലിയൊരു വെള്ളച്ചാട്ടമാണ് ആ സൈഡ് കാണുന്നത്. ഞാൻ ബായി തോന്നിട്ടോട്ടെ. കൈ താഴെ വന്നിട്ട് വലിയ താഴ്ചയാണ്. ഇതുണ്ടോ, ഫുള്ള് താഴ്ചയാണ്. താഴെ വലിയൊരു നദി ഓടുന്നുണ്ട്, വെള്ളച്ചാട്ടമുണ്ട് താഴെയായിട്ട്. ഫുള്ള് കാടാണ്. ഞാൻ ഇവിടുന്ന് പോവാണ്. ഓക്കെ ഗൈസ്, കാടാണ്. ദൈവമേ, എൻ്റെ ദൈവം തമ്പുരാനെ, ഇരിക്കുന്നുണ്ടോ? ഓ മൈ ഗാഡ്, എൻ്റെ ദൈവമേ, എക്സ്ട്രീം കള്ളക്കളവാ. ഞാൻ വേറെ ദിവസം വരുന്നുണ്ട് നിനക്ക് വേണ്ടിയിട്ട്. നോക്കിയോ, നിനക്ക് വേണ്ടിയിട്ട് വേറെ ദിവസം വരുന്നുണ്ട് ഗൈസ്. വേറെ ദിവസം ഉറപ്പായിട്ട് ഇവിടെ വരണം. എക്സ്ട്രീം ആക്ടിവിറ്റീസാണ് നടക്കുന്നത്. ഓക്കെ, പാമ്പ് നോക്കാൻ കയറി പോകണം. ഉണ്ടോ, ഫുള്ള് കാടാണ്. മൊത്തം വെള്ളച്ചാട്ടം സൗണ്ട് നിങ്ങൾ കേൾക്കുമായിരിക്കും. ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ് ഗൈസ്, ഞാൻ അപ്പുറത്ത് പോയിട്ട് സംസാരിക്കാം ബാക്കി. The chill creeps slow like ivy